ഇന്ന് കുറച്ച് ലോങ് വീഡിയോ ആണ് കേട്ടോ. ലോങ് ആണെന്നും പറഞ്ഞിട്ട് ആരും സ്കിപ്പ് ചെയ്ത് പോവുകയൊന്നും ചെയ്യരുത്. രാവിലെ തന്നെ ആദ്യം എൻ്റെ മൂടൊന്നും ശരിയല്ല, കരഞ്ഞുകൊണ്ടാണ് എഴുന്നേറ്റത്. അച്ഛൻ രാവിലെ എഴുന്നേറ്റ് അരിയൊക്കെ അടപ്പിയിട്ടിട്ടുണ്ട്. ഞങ്ങൾ കണ്ട അമ്പലത്തിലോട്ട് പോകാനൊക്കെ റെഡി ആവുകയാണ്. ചെട്ടികുളങ്ങര പോകണമെന്നുള്ളത് 2 ദിവസം മുന്നേ ഉള്ള പ്ലാനിങ്ങാണ്. ആദ്യം മുന്നേ റെഡിയാക്കിയിട്ടാണ് ഞങ്ങൾ ഒരുങ്ങാനായിട്ട് കയറിയത്. ചേട്ടൻ മുണ്ടെടുക്കുന്ന സമയത്താണ് ഞാൻ വീഡിയോ എടുക്കാൻ പോയത്. കല്ല് കിട്ടാഞ്ഞത് ഭാഗ്യം. ഞാനും കണ്ട റെഡി ആയിട്ടുണ്ട്. വലിയ സിമ്പിളായിട്ടാണ് കേട്ടോ ഇപ്രാവശ്യം ഒരുങ്ങിയത്. എന്നിട്ട് ആദ്യം മോനെ പറഞ്ഞിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ പോസ് ചെയ്യാൻ നിർത്തിയൊക്കെയാണ്. നമ്മൾ പിന്നെ ലോങ് യാത്ര പോകുമ്പോഴേ ഇപ്പം ബുള്ളറ്റ് അങ്ങനെ എടുക്കാറുള്ളൂ. അതുകൊണ്ട് എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആൾക്ക്. ഞാൻ വണ്ടിയൊക്കെ എടുത്ത് കൊണ്ട് വെച്ചപ്പോൾ തന്നെ ആദിക്ക് പിന്നെ പോകുന്നതിൻ്റെ ഭയങ്കര ബഹളമാണ്. എവിടെയെങ്കിലും ഒരുങ്ങി കഴിഞ്ഞാൽ ആൾക്ക് അപ്പോഴേ പോകണം. ആളെ ഫ്രണ്ടിലാണ് ഇരുത്തിയത് കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിനടുത്ത് എത്തി. നല്ല തിരക്കുണ്ടായിരുന്നു ഞായറാഴ്ച ദിവസം. പിന്നെ ഉത്സവ സമയമൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ആദ്യം ഫ്രണ്ടിൽ അത്രയും ദൂരമൊക്കെ ഇരിക്കുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. എന്നാൽ അത് വഴക്കൊന്നും ഇടാതെ ഇരുന്നു. ചില സമയത്ത് വഴക്കിടും, അമ്മ എടുത്ത് പോകണമെന്നും പറഞ്ഞുകൊണ്ട്. അമ്പലക്കുളത്തിലൊക്കെ കാലൊക്കെ കഴുകി ഉപദേവതകളെയൊക്കെ തൊഴുതിട്ട് നേരെ അകത്തൊക്കെ കയറി തൊഴുതിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അകത്തെല്ലാം കയറി തൊഴുതിട്ട് വന്നിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. പിന്നെ ഇന്ന് എല്ലാ പ്രാവശ്യവും പോകുന്നത് തൊട്ടല്ല, എനിക്ക് ഇന്നെന്തോ ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് അമ്മയുടെ മുടി കാണുന്നത്. ഞാൻ ഒരുപാട് തവണയൊന്നും പോയിട്ടില്ല, 2-3 തവണ പോയിട്ടുണ്ടെങ്കിലും അന്നൊന്നും ഈ മുടി കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് അത് കാണാനൊരു ഭാഗ്യം കൂടെ കിട്ടി. അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ആദ്യം ആ സമയത്തൊക്കെ ചേട്ടൻ്റെ കയ്യിൽ ഇരിക്കുക. അകത്ത് കയറി കഴിഞ്ഞപ്പോൾ ആദ്യം അമ്മ എടുക്കണമെന്ന് പറഞ്ഞ് കുറച്ച് നിർബന്ധമൊക്കെ ഉണ്ടാക്കി. പിന്നെ ഞാൻ എടുത്തുകൊണ്ട് കുറച്ച് നേരമൊക്കെ നടന്നു. എന്നിട്ട് പിന്നെ ചേട്ടൻ്റെ കയ്യിൽ കൊടുത്തു. നമ്മൾ തൊഴുതെല്ലാം പുറത്തിറങ്ങി വന്നപ്പോഴത്തേക്ക് ചേട്ടൻ എന്ത് ചെയ്തു, വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് കുറച്ച് ദൂരം അങ്ങ് പോയി. അത് ഞാൻ ചോദിച്ചു, ഞങ്ങളെ കൊണ്ടുപോകാൻ ഉദ്ദേശമൊന്നും ഇല്ലയോ എന്ന് ചോദിക്കുകയും ചെയ്തു. തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴിക്കാണ് നമ്മൾ കാപ്പിയും കൂടെ അങ്ങ് കുടിച്ചിട്ടുണ്ടായിരുന്നു. കായംകുളത്ത് വേറെ കടകളിലൊക്കെ കയറുന്നതുകൊണ്ട് കുറച്ച് ലേറ്റ് ആവും വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക്. ആദ്യം ഞാനും ദോശ വാങ്ങിച്ചു, ചേട്ടൻ ഇടിയപ്പം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കടകളിലൊക്കെ കയറി വന്നപ്പോഴത്തേക്ക് നമുക്ക് നല്ല ക്ഷീണം. ഓരോ ഷാർജയും കുടിച്ച്. കായംകുളത്തെ ഫേമസ് ഷാർജ കടയാണ് കേട്ടോ ഇത്. വീട്ടിൽ വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നേരെ അടുക്കളയിലോട്ട് കയറി ബാക്കി പരിപാടികളങ്ങ് തുടങ്ങി. ചേട്ടനും മോനും ചിക്കൻ വാങ്ങിക്കാൻ പോയ സമയത്ത് ഞാൻ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടൻ വന്ന് ചിക്കനൊക്കെ കഴുകി തന്ന് കുക്കറിൽ ചിക്കനും അങ്ങ് വേവിച്ചിട്ട് ചട്ടിയിലാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത്, ഉള്ളിയൊക്കെ വഴറ്റി ചെയ്തതൊക്കെ. അങ്ങനെ കറിയൊക്കെ സെറ്റായി വന്നപ്പോഴത്തേക്ക് ചിക്കനും നമ്മൾ കണ്ട തട്ടിയിട്ട് കുറച്ച് വെള്ളം, ഇവിടെ ഗ്രേവി വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ഗ്രേവി പോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് 2-3 പീസ് എടുത്ത് വറുക്കുകയും ചെയ്തു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ മോരൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കൂട്ടി നല്ലൊരു ഊണൊക്കെ കഴിച്ച് അതിമോനെ അങ്ങ് ഉറക്കി. അതിമോനെ ഉറക്കിയിട്ട് എനിക്ക് ഉറക്കം വരാത്തതിൻ്റെ പേരിൽ ഞാൻ കുഴക്കട്ട ഉണ്ടാക്കാനുള്ള പൊടി അങ്ങ് നനച്ച് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ചേട്ടനൊന്ന് പുറത്ത് പോയിട്ട് വന്ന് ആദിമോനെ ഉണർത്തിയിട്ടുണ്ട്. പിന്നെ ആൾ കരച്ചിലൊക്കെയാണ്. കരച്ചിലൊക്കെ മാറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നല്ല കുഴക്കട്ട അടുപ്പിലാക്കി കട്ടനും ഇട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.